നമ്മുടെ ഇവിടെ ഏതെങ്കിലും ഒരു പടം ഓടിയാലേ, ഒരു പടം നന്നായിട്ട് കളക്ഷൻ ആവുന്നു എന്ന് കണ്ടാൽ അപ്പോൾ ആ കഥയുടെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ചിലർ വരും. എന്താണെന്ന് അറിഞ്ഞൂടാ, ഒരു പടം ഓടിയാൽ ആ പടം എൻ്റെതാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്തോ സത്യചന്ദ്രൻ പൊയിൽക്കാവ് എന്ന് പറഞ്ഞൊരു കവി 15 വർഷം മുമ്പ് ഞാൻ ചെയ്യാനിരുന്ന സിനിമയാണ്, തമിഴൻ എന്നുള്ള പേരിൽ ഞാൻ ചെയ്യാനിരുന്ന സിനിമയാണ്, അതിലെ കഥാപാത്രങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് ഇഷ്യൂ ഉണ്ടാക്കി. അത് വിവാദമായി കിടക്കുക. രഞ്ജിത്ത് മാത്രമാണ് മറുപടി പറയാത്തത്. അതിൻ്റെ പിന്നാലെ ഈ മധുരം നൊമ്പരക്കാറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു നന്ദകുമാർ ഉണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നന്ദകുമാർ വിചാരിച്ചു ഈ സംവിധാനം ചെയ്യാനൊക്കെ ഇവനൊക്കെ പൈസ കൊടുക്കണമെന്നുണ്ട്, ഞാനങ്ങ് ചെയ്താൽ പോരെന്ന് ചോദിച്ചിട്ട് അയാൾ കുറേ പൊട്ടപ്പടങ്ങൾ ചെയ്തു. പൊട്ടപ്പടങ്ങൾ ഒന്നും ഓടിയിട്ടില്ല. പക്ഷേ നന്ദകുമാർ പേര് മാറ്റി കുമാർ നന്ദ എന്നാക്കി, പേരിനെ തിരിച്ചിട്ട് കുമാർ നന്ദ എന്ന് പറഞ്ഞു. അയാൾ പറയാണ് ഞാൻ ചെയ്യാനിരുന്ന സിനിമയുടെ കഥയാണിത്. അല്ലേ ജോർജ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഉള്ളത് എൻ്റെ കയ്യിൽ ജോയി ആയിരുന്നെന്നോ ഇതൊക്കെ പറഞ്ഞ് കുമാർ നന്ദി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരേ കഥ തന്നെ സത്യേന്ദ്രൻ പൊയിൽക്കാവും പറയുന്നു, ഇപ്പുറത്ത് നമ്മുടെ കുമാർ നന്ദിയും പറയുന്നു ഇതെൻ്റെ കഥയാണ്, ഞാൻ 15 വർഷമായിട്ട് ഉണ്ടാക്കിയെടുത്ത എൻ്റെ ക്യാരക്ടറുകളാണത് എന്ന് പറയുന്നു. പക്ഷേ തരുൺമൂർത്തി എന്ന് പറഞ്ഞ തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനോ രഞ്ജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ നിർമ്മാതാവോ ഒരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഇവർ 3 പേരും ചുരണ്ടിയത് ഏതെങ്കിലും നല്ലൊരു സിനിമയോ നല്ലൊരു പുസ്തകമോ ആണോ എന്നാണ് എൻ്റെ സംശയം.